മാർ ജോർജ് കൂവക്കാട്ട് ഉൾപ്പെടെ ഫ്രാൻസിസ് പാപ്പ നാമനിർദ്ദേശം ചെയ്ത 21 പേർ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനിരിക്കെ റോമിലെ ഏറ്റവും പുരാതനമായ തയ്യൽക്കടയായ ഗ്യാമറല്ലി ടൈലർ ഷോപ്പ് വാർത്തകളിൽ ഇടം നേടുന്നു. പുതു കർദിനാൾമാരുടെ ചടങ്ങിനുള്ള ഔദ്യോഗിക വസ്ത്രം തയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗ്യാമറല്ലി. ഫ്രാൻസിസ് പാപ്പ പുതിയ കർദിനാൾമാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ തങ്ങളുടെ കടയുടെ പ്രദർശന ജാലകം പരമ്പരാഗത കർദിനാൾ വസ്ത്രങ്ങളാൽ ക്രമീകരിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ലോറൻസോയും മാസിമിലിയാനോയും ചേർന്നാണ് നിലവിൽ ഷോപ്പ് നടത്തുന്നത്. 1798 റോമൻ വൈദികരുടെ തയ്യൽക്കാരനായിരുന്ന ജിയോവന്നി അന്റോണിയോ ഗ്യാമറല്ലി ആരംഭിച്ച നാൾ മുതൽ ആയിരക്കണക്കിന് വൈദികർക്കും മെത്രാന്മാർക്കും കർദിനാളുമാർക്കും വേണ്ട സഭാവസ്ത്രങ്ങൾ തയ്യൽ പണിയെടുത്ത് നൽകുന്ന സ്ഥാപനമാണിത്. പയസ് 6 മുതൽ ജോൺ പോൾ II പാപ്പായും ബെനഡിക്ട് 16 ഉൾപ്പെടെ നിരവധി പാപ്പാമാരുടെ വസ്ത്രങ്ങളും ഇവർ തന്നെയാണ് തയ്ച്ചത്. ഏറ്റവും ഒടുവിലായി പത്രോസിൻ്റെ പിൻഗാമിയായുള്ള കടയുടെ ഉപയോക്താവാണ് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പായുടെ വസ്ത്രങ്ങളും ഇവർ തന്നെയാണ് തയ്ക്കുന്നത്. പാപ്പായുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ സെക്രട്ടറിമാർ വഴി ഇവർക്കാണ് ലഭിക്കുന്നത്. തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ഒരാഴ്ചയ്ക്കകം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പുതിയ കർദിനാൾമാർ ആദ്യമായി കടും ചുവപ്പ് നിറത്തിലുള്ള കസോക്കും തൊപ്പിയും ധരിക്കും. ഈ ചുവപ്പ് കസോക്ക് പ്രധാനപ്പെട്ട ആരാധനാ ശുശ്രൂഷകളിലും ചടങ്ങുകളിലുമാണ് ധരിക്കുക. ഇന്നത്തെ ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ കർദിനാൾമാർക്ക് ചതുരത്തിലുള്ള ചുവന്ന തൊപ്പിയും മോതിരവും നൽകുക. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പുതിയ കർദിനാൾമാർ നൽകിയ ഓർഡറുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിനങ്ങളിലായി ഗ്യാമറല്ലി. വിശുദ്ധ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കഴിവുള്ള തയ്യൽക്കാരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെങ്കിലും തങ്ങളാൽ കഴിയുന്നിടത്തോളം ഞങ്ങൾ മനോഹരമായ ഈ പാരമ്പര്യം തുടരുമെന്നും ഗ്യാമറല്ലി വ്യക്തമാക്കുന്നു.